Hi everyone, Assalamu alaikum warahmatullah. Welcome back to Sha Focus. ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് സ്വാലിഹ. നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല മധുരമുള്ള ലഡുവിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ലഡു തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന് ആദ്യമായി വേണ്ടത് കടലമാവാണ്. ഒരു വലിയ കപ്പ് കടലമാവ്, അതിൻ്റെ നേർപകുതി വെള്ളവും പാലും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് കുറച്ച് പച്ചവെള്ളം വേണം, ഒരു അര ഗ്ലാസ് പച്ചവെള്ളം, പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു ഉപ്പ്, ഒരു നുള്ളു സോഡാപ്പൊടി. ഓക്കെ, പിന്നെ നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ച് കളർ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ബൂന്തി തയ്യാറാക്കാൻ വേണ്ടി സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം. നെയ്യ് കൂടി അതിനോടൊപ്പം ചേർത്ത് കൊടുത്താൽ വളരെ ടേസ്റ്റി ആയിരിക്കും. ഒരു സ്പൂൺ നെയ്യ് കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പഞ്ചസാര സിറപ്പ് തയ്യാറാക്കാനാണ് ഇവിടെ എക്സ്ട്രാ ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ആരംഭിച്ചാലോ. നമുക്ക് ആദ്യം തന്നെ ഈ കടലമാവും പാലും സോഡാപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പാലും വെള്ളവും ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് അടിച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ബൂന്തി തയ്യാറാക്കാൻ വേണ്ടി പാൻ വയ്ക്കാം. ഇതേപോലെ ഓട്ടയുള്ള ചെറിയ ചെറിയ ഹോളുകളുള്ള ഒരു കയ്യിൽ വേണം നമുക്ക് ബൂന്തി തയ്യാറാക്കാൻ. അതോടൊപ്പം തന്നെ നമുക്ക് പഞ്ചസാര സിറപ്പ് കൂടി മറ്റൊരടുപ്പത്ത് റെഡിയാക്കിയെടുക്കാം. ഓക്കെ, പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കുക. എന്തായാലും ലഡു തയ്യാറാക്കാൻ ഓയിൽ അല്ലെങ്കിൽ നെയ്യാണ് ഏറ്റവും ടേസ്റ്റ്. ഈ ഓയിലോടൊപ്പം കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഓയിൽ ചൂടാവുമ്പോഴേക്കും നമുക്ക് അടുത്ത ഒരു പാത്രത്തിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാരയും അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് സിറപ്പാക്കി എടുക്കാം. നല്ല തേൻ പോലെ ഒട്ടുന്ന പരുവത്തിൽ സിറപ്പാക്കി എടുക്കണം. അപ്പോൾ അത് ഈ ഒരു അടുപ്പത്തിരുന്ന് റെഡിയാകുമ്പോഴേക്കും നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ടാവും. നമുക്ക് ബൂന്തി തയ്യാറാക്കി എടുക്കാം. ബൂന്തി തയ്യാറായി കഴിഞ്ഞാലും നമ്മുടെ ചൂടുള്ള പഞ്ചസാര സിറപ്പിലേക്ക് വേണം നമ്മൾ ബൂന്തി ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതിലേക്കൊരു 2 ഏലക്ക കൂടി പൊടിച്ച് ചേർത്തിട്ടുണ്ട് പഞ്ചസാര സിറപ്പിൽ. ഇനി നമുക്ക് പാനിലേക്ക് ഈ ചെറിയ ഹോളുകളുള്ള ആ കൈലിലൂടെ ചെറിയ ബൂന്തികൾ തയ്യാറാക്കിയെടുക്കാം. ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട പിടിക്കും, അത് സാരമില്ല. നമുക്ക് മിക്സിയിലിട്ട് ലാസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബൂന്തിയൊക്കെ ഇങ്ങനെ റെഡിയാക്കി ഇങ്ങനെ കോരി എടുക്കുന്നുണ്ട്. എല്ലാം വളരെ ടേസ്റ്റാണ്. നമുക്കിത് മധുരം ഇഷ്ടമില്ലാത്തവർക്ക് വെറുതെ കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബൂന്തിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചസാര സിറപ്പും. അതിനിടയ്ക്ക് ഞാനിവിടെ പഞ്ചസാര സിറപ്പിൽ ലേശം ഓറഞ്ച് കളർ ചേർത്ത് കൊടുത്തു, അത് കാണിക്കാൻ വിട്ടുപോയി. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ഓപ്ഷണലാണ്, കളർ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി തന്നെ ചേർത്താലും മതി. ഇനി നമുക്ക് ലാസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉണ്ട്. ഇത് നമുക്ക് ഈ ബൂന്തി നമ്മൾ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഞാനിത് ഒന്നിച്ചാണ് ചേർത്തിട്ടുള്ളത്, സെപ്പറേറ്റ് ഓരോന്ന് വെക്കുന്നില്ല. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ പഞ്ചസാര സിറപ്പിലേക്ക് ബൂന്തി ഇടുന്നതിനേക്കാൾ നല്ലത് സിറപ്പ് ആവശ്യത്തിന് നമുക്ക് നമ്മുടെ ബൂന്തിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് എടുക്കുന്നതാണ്. അപ്പോൾ കുറച്ച് ഞാൻ പൊടിക്കാതെയും ഇവിടെ എടുത്തിട്ടുണ്ട്. കുറച്ച് പൊടിക്കാതെ എടുത്താൽ ലഡു നമുക്ക് കഴിക്കാൻ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ചെറുതായിട്ടൊക്കെ ഒന്ന് കടിക്കാനുണ്ടാവും, അല്ലെങ്കിൽ വളരെ നൈസായി പോവും. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഫുള്ള് മിക്സിയിൽ പൊടിക്കാം. ഞാനിവിടെ കുറച്ച് പൊടിക്കാതെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ലഡു വളരെ ടേസ്റ്റിയാണ്, സൂപ്പറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.